ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. ഇനീഷ്യൽ ലോഞ്ചിൻ്റെ സമയത്തുള്ള സിയറയുടെ എല്ലാ ഡീറ്റെയിൽസും ടാറ്റ ഇപ്പോൾ പുറത്തു വിട്ടു. ബേസ് മോഡലിൻ്റെ പ്രൈസ് ഒഴികെ ബാക്കി എല്ലാ വേരിയൻസിനും പ്രൈസ് വന്നിട്ടില്ല. അതൊക്കെ പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, സ്പെക്ക് ആയിക്കോട്ടെ, എഞ്ചിൻ ഓപ്ഷൻസ് ആയിക്കോട്ടെ, പവർ ഫിഗേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. ഈ വർഷം വരാൻ പോകുന്ന ഈ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈവൻ ദോ ഇതിൻ്റെ ഡെലിവറിയൊക്കെ ജാനുവരി 16 തുടങ്ങുള്ളൂ ആൻഡ് ബുക്കിംഗ്സ് ഒക്കെ ഡിസംബർ 14 എടുക്കാൻ തുടങ്ങുള്ളൂ എങ്കിൽ പോലും ഇപ്പോഴും നമുക്ക് വണ്ടി എന്താണ്, എങ്ങനെയാണ്, വേരിയൻസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ വണ്ടിയുടെ അവസാനം ഇവിടം കൊണ്ടല്ല. അതായത് ഇതിൻ്റെ അകത്തിന് വരാൻ പോകുന്ന ഓപ്ഷൻസ്, ഞാൻ ജസ്റ്റ് സ്പെഷ്യൽ എഡിഷൻസിൻ്റെ കാര്യമല്ല പറയുന്നത്. സ്പെഷ്യൽ എഡിഷൻസ് ഇപ്പോൾ ടാറ്റ എപ്പോഴും ചെയ്യുന്നുണ്ട്. വണ്ടി ഇറക്കിയിട്ട് കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ചർച്ചാ വിഷയത്തിൽ നിന്ന് വണ്ടി ഇങ്ങ് മാറും. അപ്പോൾ പിന്നെ ടാറ്റ എന്ത് ചെയ്യും, ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങും. പിന്നെ ഇതിൻ്റെ ടഫ് എഡിഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങും. ഈ വണ്ടിയുടെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു, റോക്ക് കോൺസെപ്റ്റ് ആണെന്ന് തോന്നുന്നു. അത് ഏകദേശം ഡിഫൻഡർ പോലത്തെ കുറേ കിറ്റൊക്കെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേ അതല്ല നമ്മുടെ മെയിൻ ഫോക്കസ് പോയിന്റ്. ഫോക്കസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇലക്ട്രിക് 2026 വരും. അതിൻ്റെ അകത്ത് ഡെഫിനറ്റ്ലി ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാകും. ഹാരിയർ റിവ്യൂവിൽ കണ്ട പോലെ റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും ബേസിക് ആയിട്ട് കിട്ടാൻ പോകുന്നത്. പക്ഷേ അതിന് പുറമെ ഇതിൻ്റെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ്റെ കൂടെ അവർ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം പോസിബിൾ ആയത് ടാറ്റയുടെ പുതിയ ആർഗോസ് പ്ലാറ്റ്ഫോം കാരണമാണ്. ഇതൊരു ലേറ്റസ്റ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇതിന് മുന്നേ അറ്റ്ലസ് പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ട്, അതുപോലെ ടാറ്റയുടെ ഒമേഗ ആർക്ക് പ്ലാറ്റ്ഫോം കണ്ടിട്ടുണ്ട്. ഒമേഗ ആർക്ക് എന്ന് പറയുമ്പോൾ ഹാരിയറിൻ്റെ ഒരു കാറ്റഗറി, അതായത് 4.5 മീറ്ററിന് മുകളിലുള്ള വണ്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണത്. അറ്റ്ലസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 4.2 4.3 മീറ്റേഴ്സ് വരെ വരുന്ന വണ്ടികൾക്ക് വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമാണ്. അതിലാണ് കർവൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി അവരിപ്പോൾ സിയറിൽ കാണിച്ചിരിക്കുന്ന ഒരു പുതിയ പ്ലാറ്റ്ഫോമാണ്. അതാണ് നമ്മുടെ ആർഗോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. ഇതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ ഓൾ ടെറൈൻ റെഡി ഒമ്നി എനർജി ആൻഡ് ജിയോമെട്രി സ്കെയിലബിൾ പ്ലാറ്റ്ഫോം എന്നാണ്. സോ ബേസിക്കലി അതിൻ്റെ പേരിൽ തന്നെയുണ്ട് വണ്ടി ഓൾ ടെറൈൻ കേപ്പബിൾ ആണ് എന്നുള്ളത്. പിന്നെ പണ്ടത്തെ സിയറ ലാഡർ ഫ്രെയിം ആയിരുന്നു, റിയർ വീൽ ഡ്രൈവ് ആയിരുന്നു. ഈ വണ്ടി അതൊന്നുമല്ല, മോണോകോക്ക് ചാസിയിൽ തന്നെയാണ് വരുന്നത് ആൻഡ് ബേസിക്കലി ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണെങ്കിലും അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കൺവെൻഷണൽ 4x4 സിസ്റ്റത്തിലും അതുപോലെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിലുള്ള പോസിബിലിറ്റീസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഓൾ വീൽ ഡ്രൈവ് മാത്രം, അതായത് ഇപ്പോൾ നമുക്ക് ഗ്രാൻഡ് വിറ്റാറിലും ഹൈ റൈഡിലും ഒക്കെ ഈ ഒരു കാറ്റഗറിയിൽ കിട്ടുന്ന ഫുൾ ടൈം ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ്. അതായത് അത് മാറ്റാനും പിടിക്കാനൊന്നും പറ്റില്ല. എപ്പോഴും ഓൾ വീൽ ഡ്രൈവ്, എപ്പോഴും 4 വീലിലേക്ക് തന്നെ പവർ പോകും. അതായത് എപ്പോഴും 4 വീലിലേക്ക് പവർ പോകണമെന്നില്ല, ശരിക്കും ഫ്രണ്ട് വീൽ ഡ്രൈവ് ആയിരിക്കും. എപ്പോഴാണ് വണ്ടിക്ക് ട്രാക്ഷൻ ലൂസ് ചെയ്യുന്നതെന്ന് വണ്ടിക്ക് തോന്നുന്നത് അപ്പോൾ ബാക്കിലത്തെ വീലിലേക്കും കൂടെ പവർ കൊടുക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഓൾ വീൽ ഡ്രൈവിൽ യൂസ് ചെയ്യുന്നത്. നമുക്കായിട്ട് ആസച്ച് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ ഈ വണ്ടിയിൽ അവർ കൺവെൻഷണൽ 4x4 സിസ്റ്റം നോക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. കൊടുക്കുകയാണെങ്കിൽ മിക്കവാറും നോർമൽ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം തന്നെ വരാനുള്ള സാധ്യതയുള്ളൂ. കാരണം അതാണ് കുറച്ചും കൂടെ ഈ വണ്ടിക്ക് ഫീസിബിളായിട്ട് വരാൻ പോകുന്നത്. ഇത് 2027 വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കുറച്ചധികം ലേറ്റായി പോയി. 2026 തന്നെ കൊടുക്കാൻ പറ്റുമായിരുന്നു ഗംഭീരമായനെ. ആൻഡ് ഇൻഫാക്റ്റ് അവർക്ക് വണ്ടി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതൊരു വിപ്ലവം തന്നെ ആയേനെ. കാരണം ഇപ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഇതിന് പഴയ സിയറയുടെ ആ ഒരു ഇതില്ല, ഒരു ടഫ്നെസ് ഇല്ല. പിന്നെ പഴയ സിയറ 4x4 അവൈലബിൾ ആയിരുന്നു, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോയായിരുന്നു, ഓഫ് റോഡ് പോയായിരുന്നു എന്നൊക്കെ. പക്ഷേ ഈ വണ്ടി ഓൾ വീൽ ഡ്രൈവിൽ വന്നിരുന്നെങ്കിൽ അതിനെല്ലാത്തിനും ഒരു തീരുമാനമായി. പിന്നെ ആർക്കൊന്നും പറയാനുണ്ടാവില്ല. ടാറ്റ പണ്ട് ഹാരിയർ ഇറക്കിയപ്പോൾ തന്നെ ആൾക്കാർ കുറ്റം പറയാൻ തുടങ്ങിയതാണ്, ഓൾ വീൽ ഡ്രൈവ് ഇല്ല, 4 വീൽ ഡ്രൈവ് ഇല്ല, ടാറ്റയുടെ ഒരു പഴയ ലെഗസി ഒന്നും കീപ്പ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. സോ എന്തായാലും അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇലക്ട്രിക്കൽ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നോർമൽ IC വണ്ടിയിൽ ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്ന പോലെ അല്ല, കുറച്ചും കൂടെ സിമ്പിളാണ്. ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഓൾ വീൽ ഡ്രൈവ് ആയി. പിന്നെ അതിനകത്ത് കൂടുതൽ ഇലക്ട്രോണിക്സ് ആണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ മെക്കാനിക്കൽ ആസ്പെക്ട്സ് വെച്ചിട്ടാണ് കൂടുതലും വണ്ടിയെ വിലയിരുത്തേണ്ടത്. അതായത് ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ്റെ അകത്ത് ഓൾ വീൽ ഡ്രൈവ് കൊടുക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്നതും അവർ കൊടുക്കാത്തതും. എന്തായാലും ഈ വണ്ടിയിൽ വരികയാണെങ്കിൽ അത് വളരെ നല്ലൊരു അഡീഷൻ ആയനെ. ഏത് വേരിയൻറ്റിലാണ് വരുന്നത്, അവർ ഏത് എഞ്ചിൻ്റെ കൂടെ ആയിരിക്കും വരുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ 1.5 ടർബോ പെട്രോളിൻ്റെ കൂടെ വരാം, അല്ലെങ്കിൽ 1.5 ഡീസലിൻ്റെ കൂടെ വരാം. രണ്ടും പോസിബിൾ ആണ്. ഇനി ഓൾ വീൽ ഡ്രൈവ് മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വേറൊരു സംഭവം കൂടെ ഉണ്ട്. ഇവർ ഈ വാഹനത്തിൻ്റെ 7 സീറ്റർ മോഡലിൻ്റെ ഒരു പോസിബിലിറ്റിയും കൂടെ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലേക്ക് കാണുമായിരിക്കും. കാരണം ഇതിൻ്റെ പാക്കേജിങ് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് വണ്ടി കാണുമ്പോൾ നല്ല സൈസ് തോന്നും. പക്ഷേ ഫ്രണ്ടിൽ ഒരുപാട് ബോണറ്റ് ഏരിയ ഇല്ല, എന്നാൽ അത്യാവശ്യം ബോണറ്റ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ട്. പിന്നെ ബൂട്ട് സ്പേസ് ആണെങ്കിലും 622 ലിറ്റേഴ്സ് ഉണ്ട്. അത് ബൂട്ട് സ്പേസ് കൂട്ടിയെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് റോ സ്പേസിലൊട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എല്ലാം കൊണ്ടും വളരെ നല്ലൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ടാറ്റയ്ക്ക് വാഹനത്തിൽ വേണമെങ്കിൽ ഒരു തേർഡ് റോ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. സോ അതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് അവരിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അങ്ങനെ 7 സീറ്റർ വണ്ടികൾ വരുന്നില്ല. ടാറ്റയ്ക്ക് ഇപ്പോൾ ഹാരിയർ ബേസ്ഡ് ആയിട്ട് സഫാരി ഉണ്ട് 7 സീറ്റർ ആയിട്ട്. പക്ഷേ ഇപ്പോൾ ക്രെറ്റയ്ക്ക് എൽക്കസാർ ഉള്ളതുപോലെ കുറച്ചും കൂടെ സഫാരിയുടെ അത്രയും ഒരു ഹൈ പ്രൈസ് പോയിന്റിലേക്ക് പോകാതെ കുറച്ചും കൂടെ താഴത്തെ 7 സീറ്റർ വണ്ടി കൊടുക്കുക എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പിന്നെ ഇതിനകത്ത് 7 സീറ്റർ കൊടുത്താൽ സഫാരിയിൽ കിട്ടുന്ന അത്രയും സ്പേസ് ഒന്നും എന്തായാലും ഉണ്ടാവില്ല. കാരണം ഈ വണ്ടി ജസ്റ്റ് 4.3 മീറ്റേഴ്സിനടുത്ത് ലെങ്ത്
ഉള്ളൂ. 4330 മില്ലിമീറ്റേഴ്സ് ആണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഒരു C3 എയർക്രോസിൽ വരുന്ന 7 സീറ്റർ ലേഔട്ട് പോലെയൊക്കെ ആയിരിക്കും. അതായത് ഒരു 5+2 കൺഫിഗറേഷൻ ആ രീതിയിൽ നമുക്ക് വിചാരിക്കാനുള്ളതേ ഉള്ളൂ. അതിൻ്റെ എസ്റ്റിമേറ്റഡ് ലോഞ്ച് ടൈമിലൊന്നും വന്നിട്ടില്ല, പക്ഷെ എന്നാലും കൺസിഡർ ചെയ്യുന്നുണ്ട് അവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ. പിന്നെ ഇലക്ട്രിക് വണ്ടി നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഹാരിയർ റിവ്യൂവിൽ കണ്ട സെയിം ടെക് തന്നെയായിരിക്കും വരുന്നത്. ബാറ്ററി കൺഫിഗറേഷനും ഒരു പരിധിവരെ സെയിം ആയിരിക്കും എന്ന് തോന്നുന്നു. അതായത് ഏകദേശം 75-ന്റെ അടുത്തൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പവർ ഫിഗേഴ്സ് എന്തായാലും നല്ലോണം ഉണ്ടാവും. ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം 300 bhp മുകളിൽ പവർ പോകും. അതിൻ്റെയും എക്സാക്ട് ലോഞ്ച് ഡേറ്റ് വന്നിട്ടില്ല, പക്ഷേ 2026 ഫസ്റ്റ് ഹാഫിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. എനിവേ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്തേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്യാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.